ഹലോ യെസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്വീഡൻ വരെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് സ്വീഡനിൽ പോകുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പം ഫിൻലാൻഡ് എയർപോർട്ടിൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് സ്വീഡൻ. ഫസ്റ്റ് നമ്മൾ എസ്റ്റോണിയയിൽ പോയി. അതിൻ്റെ വീഡിയോ നമ്മൾ ആ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലാത്ത കാരണം നമ്മളത് ഇട്ടിട്ടില്ല. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് മുതൽ നമ്മളിനിയും വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ലോഞ്ചിൽ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നു. അതിൽ വന്ന ആൾക്കാരുടെ പെട്ടി കുട്ടി കാര്യങ്ങളെല്ലാം അവർ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓൾറെഡി ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എങ്ങനെയാണ് അവർ പെട്ടികളോട് പെരുമാറുന്നതെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. പതിയെ ഭയങ്കര സോഫ്റ്റൊക്കെ ആയിട്ടാണ് അവർ എടുക്കുന്നത്. നമ്മുടെ പെട്ടികളതേ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ അതും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ അനൗൺസ്മെൻറ്റ് കിട്ടി. ഇനിയും ലഗേജുകൾ ഉള്ള പാസഞ്ചേഴ്സ് കയറാനുള്ള ടൈമായെന്ന് പറഞ്ഞു. അപ്പം ലഗേജ് ഉള്ള പാസഞ്ചർ എന്ന് പറയുമ്പം ഇച്ചു എന്നാണെങ്കിലും കയറാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ ഇച്ചുവിൻ്റെ പുറകെ അവനെ അനുഗമിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു നീണ്ട ക്യൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണേലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ് എക്സാക്ട്ലി അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ പെട്ടികളൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടൊരു പുഷില്ല. എല്ലാവരും വലിയ ധൃതിയുള്ള ആൾക്കാരൊന്നുമല്ല. അവരിങ്ങനെ ക്യൂ നിന്ന് കറക്റ്റ് നമ്മുടെ ടൈം ആകുമ്പോഴത്തേക്ക് മാത്രം കയറി ഈ തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ കയറി പോകുന്ന മനുഷ്യന്മാരാണ്. ആകെപ്പാടെ തിക്കും തിരക്കും ഉണ്ടായത് ഈ സമയത്താണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നമ്മുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാൾ സ്പേസ് ഇവിടെ കയറി നോളാൻ പറഞ്ഞു. അപ്പോൾ ഇച്ചെൻ്റെ പുറകിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ 5 പേർ ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് കയറിയാൽ മതിയെന്ന് നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷം ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്കുള്ളൊരു പേടി, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിലെ കൂടി ഇങ്ങനെ നടന്നു പോയി. നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് സൈഡ് സീറ്റ് മുതൽ ഒരു 5 സീറ്റ് അങ്ങോട്ടേക്ക്. അപ്പം അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. ഗ്രൂപ്പ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ സീറ്റ്. ആദ്യമേ സീറ്റൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും മൈ ഗോഡ് ചെറിയൊരു വിറയലുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. വളരെ സ്മൂത്തായിട്ട് പോയി. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞൊന്നുമില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ആകാശ ദൃശ്യം. ഇപ്പം നല്ല തണുപ്പുള്ളത് കാരണം തന്നെ ഫിൻലാൻഡിൽ മിക്ക സ്ഥലത്തും മഞ്ഞാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. കുറച്ചും കൂടി വന്നപ്പോൾ ഫോഗായിരുന്നു. അങ്ങനെ നമ്മൾ സ്വീഡനിലെത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. 5 പേർക്ക് നല്ല അടിപൊളി സ്റ്റേ എന്ന് തന്നെ വേണേൽ പറയാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നത് നമ്മൾ ചെന്നൈൻ്റെ പിറ്റേ ദിവസത്തെ വിഷ്വലാണ്. നമ്മൾ അന്നൊരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് റെൻ്റ് എ കാർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ റെൻ്റ് എ കാർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ അത്രയും ദൂരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കണം. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ കെ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലെത്തി. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം 24 ഹവേഴ്സിന് നമുക്ക് കാറ് തരും. അപ്പം ഇതാണ് നമ്മൾ എടുത്ത കാറ്. അപ്പം ഞാൻ നമ്മുടെ മലയാളിയാണല്ലോ, അതുകൊണ്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് തട്ടലും മുട്ടലും ഒക്കെ എന്തെങ്കിലും വരത്തില്ല. എന്നാൽ പോലും നമ്മൾ നമ്മുടെ കാര്യം സേഫാക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ചെറുതായിട്ട് ബുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ, എന്ത് തോന്നുന്നു? അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച്. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത നല്ല അടിപൊളി ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. അപ്പം ഓടിച്ചപ്പോൾ നമ്മുടെ ബ്രോ പറഞ്ഞു നല്ല സ്മൂത്ത് വണ്ടിയാ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പേമാരിയൊന്നുമല്ല കേട്ടോ, ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾഡ് ടൗണിൽ ഒരു ചെറിയ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം കാണണം. പിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. എന്തിനാണ് നമ്മൾ സർപ്രൈസ് കളയുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക്ഹോം ഓൾഡ് ടൗണിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പം വഴിയരികയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റോക്ക്ഹോം ഓൾഡ് ടൗണിൽ എത്തി.
എത്തി. ഓൾഡ് ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നമ്മളവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൻ്റെ അവിടെ കയറിയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഈ കൊട്ടാരം എന്ന് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് കൊട്ടാരത്തിൽ കയറുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ കിരീടമുണ്ട് DS. അപ്പോൾ ആ കിരീടം ഒന്ന് കാണണം. പിന്നെ കൊട്ടാരം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ, കാരണം നമ്മളിതുവരെ ഒരു കൊട്ടാരത്തിൽ കയറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കൊട്ടാരം എങ്ങനെയാണെന്നൊന്ന് കാണണമെന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ രാജാക്കന്മാരുടെ കൊട്ടാരം എങ്ങനെയാണെന്ന് കാണാൻ ചെറിയൊരു കൗതുകം. അങ്ങനെ നമ്മൾ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എവിടെ കൂടെയാണ് പോകേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് വശത്തേക്കാണ് പോകുന്നത്. ഇത് ബാക്കാണ് ഫ്രണ്ടാണ് എല്ലാം ഒരേപോലെ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. അപ്പം ഇനിയിപ്പം ആരെങ്കിലും കൊട്ടാരം കാണാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ടിക്കറ്റിന് ഒരാൾക്ക് ഏകദേശം ഒരു 20 യൂറോ വരും കേട്ടോ, ഒരാൾക്ക്. അത്രേ ആണ് ആയത്. അപ്പം നമുക്ക് ഈ കൊട്ടാരം മുഴുവൻ നടന്ന് കാണാൻ വേണ്ടി പറ്റും. കിരീടം ഉണ്ട് കേട്ടോ, സത്യമായിട്ടും കിരീടമുണ്ട്. ഞങ്ങൾ വെള്ളിക്കിരീടമൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പോഴും ഈ കൊട്ടാരം പോലെ തന്നെ, കൊട്ടാരത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലൊക്കെ തന്നെയാണ് ഇവർ നോക്കിക്കാണുന്നത്. നമ്മുടെ മാർച്ച് പാസ്റ്റും പരേഡും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകെ കൂടെ നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ചെയ്തു പോകുന്നതാണ്. പിന്നെ ഞാനിങ്ങനെ ഓടി നടന്ന് ഇതെന്താണ് സംഭവം, ഇതെത്ര നിലയുണ്ട്, ഇതൊക്കെ ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോവാണ് DS. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ, തൊട്ട് അടുത്ത് തന്നെയാണ് ബിൽഡിങ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ സെക്യൂരിറ്റിമാരുണ്ടാവും. സെക്യൂരിറ്റി ആണോ അതോ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവരെ കൊണ്ട് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറാൻ വേണ്ടി പറ്റും. അതൊക്കെ മുമ്പേ ഇതാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇനിയിപ്പം ഞാൻ കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാം, അല്ലെങ്കിൽ ഇതെന്ത് കൊട്ടാരമാണെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് പോവാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിസ്റ്ററിയിൽ എന്തെങ്കിലും തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാനിത് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഹിസ്റ്ററി പറയുന്നത്. പിന്നെ എഴുതി വെച്ച് നോക്കി വായിക്കുന്നതുകൊണ്ട് കുറച്ച് തപ്പലും ഇതൊക്കെ കാണും. നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സ്റ്റോക്ക്ഹോം കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റോക്ക്ഹോം നഗരത്തിലൊരു ശക്തമായ കോട്ട നിലനിന്നിരുന്നു. ട്രൈ ക്രോണർ കാസിൽ എന്നാണ് ഈ കോട്ടയുടെ പേര് കേട്ടോ. 13-ാം നൂറ്റാണ്ടിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇത് രാജാക്കന്മാരുടെ നേരത്തെ ഇത് രാജാക്കന്മാരുടെ ഒരു വസതിയോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഇത് രാജാക്കന്മാരുടെ ആസ്ഥാനമാക്കി മാറി. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഗസ്താവ് വാസ രാജാവ് ഈ കൊട്ടാരത്തിനെ കുറച്ചും കൂടെ വിപുലീകരിച്ച് അതിനെ ഒരു വലിയൊരു രാജധാനിയാക്കി മാറ്റി. പിന്നെ 1697 ഒരു വലിയ തീപിടുത്തം വന്നു ഈ കൊട്ടാരത്തിൽ. അപ്പം ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം കത്തി നശിച്ചു പോയി DS. അതിനുശേഷം ചാൾസ് 11-ാമൻ രാജാവ് ഒരു പുതിയ കൊട്ടാരം പണിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വീഡനിലെ തന്നെ ഒരു വലിയ ശില്പി, ഏതൊരു വലിയ ശില്പിനെ കൊണ്ടുവന്നു, നിക്കോദേമോസ് എന്ന് പറഞ്ഞൊരു ശില്പിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ കൊട്ടാരം പഴയതുപോലെ തന്നെ ആക്കി. അങ്ങനെ 1954 ആദോൾഡ് ഫെഡറിക് രാജാവ് പുതുതായി പണിത സ്റ്റോക്ക്ഹോം കൊട്ടാരത്തിൽ പ്രവേശിച്ച് പിന്നെ കൊട്ടാരത്തിനുള്ളിൽ ഒരു രാജകീയ ദേവാലയം ഉണ്ടാക്കി. കാരണം ഈ കുടുംബമാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചതായതുകൊണ്ട് ഒരു രാജകീയ ദേവാലയമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, ഇപ്പം എന്ത് കാര്യം നോക്കിയാലും അതിലൊരു ക്രിസ്ത്യൻ നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്ന പോണക്കത്തെ രൂപങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഇതെല്ലാം ആൻറ്റിക് കളക്ഷൻസ് എന്ന് നമുക്ക് പറയാം. പണ്ട് കാലത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു ലൂതറൻ ക്രിസ്തീയ വിശ്വാസമുള്ളൊരു കുടുംബമായിരുന്നു. പിന്നീട് ഈ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരെന്ന് പറയുന്നത്. കൊട്ടാരത്തിലെ റോയൽ ചാപ്പലിൽ ഇപ്പോഴും ചില രാജകീയ വിവാഹങ്ങളും കുട്ടികളുടെ മാമോദീസയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടത്തി വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വീഡനിലെ പ്രധാന ക്രിസ്തീയ ഉത്സവങ്ങളായ ക്രിസ്മസ്, ഈസ്റ്റർ ഇതെല്ലാം ഈ
ഇവിടുത്തെ ചാപ്പലിലാണ് നമുക്ക് ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ആഘോഷിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഉള്ള പോണക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ ചെമ്പക്കുളം പള്ളിയിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടനാട്ടിലാണ് എന്ന് ഞാൻ കുട്ടനാട്ടുകാരിയാണല്ലോ. നമ്മുടെ ചെമ്പക്കുളം പള്ളിയിൽ നല്ല വരകളും കാര്യങ്ങളും ഒക്കെ പള്ളിയുടെ മേളിലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ കണക്കാണ് ഈ കൊട്ടാരം ഫുള്ള് അങ്ങനെ വരയും കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം കണ്ടോ, ഇത് നമ്മുടെ അച്ഛന്മാരിടുന്ന വേഷമൊക്കെ പോലെ തോന്നുന്നില്ലേ? അപ്പോൾ ഇത് എന്നാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു DS. പക്ഷേ ഏതോ രാജാവ് ഏതോ വർഷവും ഇട്ട ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെയാണ്. അച്ഛന്മാരുടെ അല്ല കേട്ടോ, ഏതോ രാജാവിൻ്റെ വലിയ ഡ്രസ്സാണത്. അപ്പം പിന്നെ ഇതെല്ലാം അവിടുത്തെ രാജാക്കന്മാരുടെയും പിന്നെ അവിടുത്തെ പാടത്തലവന്മാരുടെയും രാജ്ഞിയുടെ ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകളിലൊക്കെ കാണുന്ന കണക്കത്തെ ഒരു കൊട്ടാര ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ദൈവമേ, ഇതാണോ ശരിക്കും കൊട്ടാരവും? മൈ ഗോഡ്, ശരിക്കും എന്താ പറയുക, ഒരു കൊട്ടാരം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം എവിടെ പോയാലും എവിടെ നോക്കിയാലും കുറേ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും സെക്യൂരിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം അതിന് മാത്രം സ്വർണ്ണവും കാര്യങ്ങളും വെള്ളിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് സെക്യൂരിറ്റിമാരുള്ളത്. അപ്പോൾ ഇതെല്ലാം അന്ത കാലത്ത് യൂസ് ചെയ്ത് ഓരോരുത്തരുടെയും പല പല തട്ടിലുള്ള ജോലിക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടേതെല്ലാം വേഷങ്ങളാണ്. പടത്തലവന്മാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങളൊക്കെ ഉള്ള വേഷമാണ്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് DS. അപ്പം എല്ലാം ഒന്നും വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് തന്നെ ഞാൻ ഭയങ്കര റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. കാരണം നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടണമല്ലോ, ഈ കൊട്ടാരത്തിൽ കൂടി പോകുമ്പോഴത്തേക്കും ഇത് ആരുടെ കൊട്ടാരമാണെന്നും ഇത് എന്തുവാ നമ്മൾ ഈ കാണുന്നതെന്നും ചെറിയൊരു ഐഡിയ കിട്ടണമല്ലോ. പൊതുവേ എനിക്ക് ഈ ഹിസ്റ്ററി പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഹിസ്റ്ററി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നത് നല്ല മാല അതിങ്ങെടുത്താലോ എന്ന് തോന്നിയത്. പിന്നെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളതിന് വെറുതെ വിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഓരോ ആൾക്കാരുടെ റാങ്കിനെ സൂചിപ്പിക്കുന്ന ബാഡ്ജും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ DS ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ രാജാക്കന്മാരുടെ തീന്മേശ, അതായത് നമ്മുടെ പള്ളിക്കഞ്ഞി കുടിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവർ വട്ടത്തിൽ ഇരുന്നിട്ട് ഇവിടെ പള്ളിക്കഞ്ഞി കുടിക്കും. അങ്ങനെയായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ. പിന്നെ ഈ IHS എന്നുള്ളൊരു സംഭവം നമ്മൾ പള്ളികളിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഇവിടെ ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള കുറേ കാര്യങ്ങൾ, എന്താണ് എഴുത്തുകൾ കാര്യങ്ങൾ പിന്നെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം ഇത് കയറി കാണുക. അപ്പം ഞാനിങ്ങനെ വഴിയെ ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരത്തിൻ്റെ ചരിത്രം. അപ്പോൾ കാലം മാറിയപ്പോഴത്തേക്കും രാജകുടുംബം ഡ്രോട്ട്നിങ്ഹോം കൊട്ടാരത്തിൻ്റെ താമസം അങ്ങ് മാറ്റി. എന്നിട്ട് സ്റ്റോക്ക്ഹോം കൊട്ടാരം കൊട്ടാരത്തിലേക്കാക്കിയിട്ട് ഇപ്പോൾ അത് ഔദ്യോഗിക ചടങ്ങുകൾക്ക് യൂസ് ചെയ്യുന്നൊരു കൊട്ടാരമാക്കി മാറ്റി. രാജ്യത്തിൻ്റെ ക്രിസ്തീയ രാജകീയ ചരിത്ര കേന്ദ്രമായും ഈ കൊട്ടാരം നിലകൊള്ളുന്നു. ഇന്ന് ഈ കൊട്ടാരത്തിന് മുന്നിൽ ചേഞ്ച് ഓഫ് ദി ഗാർഡ് ചടങ്ങ് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ആൾക്കാർ നമുക്ക് സെക്യൂരിറ്റി കണക്ക് ഗാർഡുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ മാറുന്ന സമയത്ത് അവർ പരേഡ് ചെയ്തിട്ടൊക്കെയാണ് മാറുന്നത്. അപ്പം ഞാനത് ആ വീഡിയോ എന്താണേലും ആഡ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ വെള്ളക്കിരീടം ഒന്ന് പിന്നെ വെള്ളിക്കിരീടം DS. ഇതാണ് നമ്മുടെ വെള്ളിക്കിരീടം. അപ്പോൾ ഈ വെള്ളിക്കിരീടത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ പറയാമേ. അപ്പോൾ ഈ വെള്ളിക്കിരീടം എന്ന് പറയുന്നത് എന്താ പറയുക, എന്തെങ്കിലും മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് രാജാക്കന്മാരുടെയും രാജകുമാരിയുടെയും ബാപ്റ്റിസം അങ്ങനത്തെ ചടങ്ങുകളിലൊക്കെയാണ് ഈ വെള്ളിക്കിരീടം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പുണ്യവസ്തുവായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് റോയൽ ചാപ്പൽ, ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോയൽ ചാപ്പലാണ്. ഈ റോയൽ ചാപ്പലിൻ്റെ അകത്താണ് ഈ വെള്ളിക്കിരീടം ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ റോയൽ ചാപ്പലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഒരു ശില്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശില്പത്തെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ആ ശില്പത്തെ നോക്കി നിൽക്കണ്ട, ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. ആക്ച്വലി ഞങ്ങൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ
വേറെ കുറേ കിരീടം ഉണ്ടെന്ന് അറിഞ്ഞു DS. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ വന്ന് കണ്ടപ്പോഴത്തേക്കും മെയിനായിട്ടും ആ വെള്ളിക്കിരീടവും ചാപ്പലും പിന്നെ കുറച്ച് കൊത്തുപണികളും പിന്നെ രാജസദസ്സും കാര്യങ്ങളും മാത്രമേ നമ്മൾ കണ്ടുള്ളൂ DS. പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. അപ്പം അവിടെയും മാർക്കറ്റിംഗ് ഉണ്ട്. കൊട്ടാരത്തിൽ കയറിയാൽ മാത്രം പോരല്ലോ, അവർക്ക് പൈസയും കിട്ടണമല്ലോ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവരിങ്ങനെ വിൽക്കുന്നു അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ കൂട്ടുകാരൊക്കെ ഇരുന്ന ചെയറുകൾ കാര്യങ്ങളും ഒക്കെയാണ് DS അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് ആ കൂട്ടുകാരെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാ രാജാക്കന്മാരുടെ കൂട്ടുകാരെന്ന്. അപ്പോൾ അവരൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ രാജാക്കന്മാരെ കാണാൻ വേണ്ടി വരുന്ന റിലേറ്റീവ്സ് പിന്നെ അങ്ങനെ ആൾക്കാർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ വേറെ സ്ഥലത്തും. ഈ കൊട്ടാരത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 600 മുറികളുണ്ട്. 600 മുറിയുണ്ട് ഈ കൊട്ടാരത്തിന് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് DS. ഈ 600 മുറികൾ ഇപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനൊരു ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ നിന്ന് എങ്ങനെ ഇത് എത്തിക്കും എന്നുള്ളത് എനിക്ക് നല്ലൊരു സംശയമായിരുന്നു. ഞങ്ങളത് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. പക്ഷേ പിന്നെ ആ ഡിസ്കഷൻ പാളിപ്പോയി DS. രാജാക്കന്മാർ ചായ പറഞ്ഞു കഴിഞ്ഞാൽ തരാനാണോ ആളില്ലാത്തതല്ലേ? അപ്പം നമുക്ക് പിന്നെയും കൊട്ടാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. പിന്നെ ഈ 1697 ഈ കൊട്ടാരത്തിന് തീ പിടിച്ച സമയത്തെ ഇതിൽ കുറേ പുണ്യ വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ പേര് രക്ഷിച്ചെടുത്തു കേട്ടോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സദസ്സിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ ചന്ദ്രമുഖിയില്ലേ, ചന്ദ്രമുഖിയുടെ ആ രാജസദസ്സിലുള്ള ഡാൻസ് ഇല്ലേ, അതൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ഇത് എന്ത് സംഭവമാണെന്ന്. പിച്ചു അതെൻ്റെ വീഡിയോ എടുത്തു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നത് നല്ലതാണ്. കാരണം എൻ്റെ ഫേസ് എനിക്ക് നിങ്ങളെ കാണിക്കാമല്ലോ അല്ലേ. അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു DS. എനിക്ക് കൊട്ടാരം എന്ന് ഫീൽ ചെയ്തത് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഓരോ തൂണുകളിലെ കൊത്തുപണിയും. അന്ധകാലത്ത് മെഷീൻ കട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇതെല്ലാം കൈ കൊണ്ട് കൊത്തിയും പിന്നെ വരച്ചുണ്ടാക്കിയതാന്ന് ഓർക്കുമ്പോൾ എൻ്റെ മോനെ ആ മനുഷ്യന്മാരെ സമ്മതിക്കണം അല്ലേ. ആ ശില്പിയുടെ പേരെന്തുമായിരുന്നു മറന്നുപോയി. അപ്പം ഞാനത് പറയുന്നില്ല DS, കാരണം ഞാൻ എഴുതി വെച്ച പേപ്പർ മറിഞ്ഞു പോയി. അതുകൊണ്ട് ശില്പിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇനി അടുത്ത ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1754 പുതുക്കിയ കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്വീഡൻ ഒരു ക്രിസ്തീയ രാജ്യമാണെന്ന് പറഞ്ഞാലും ഈ കൊട്ടാരത്തിൽ ക്രിസ്തീയ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാം എന്നുള്ള ഇതിലായി കേട്ടോ. അപ്പം ക്രിസ്ത്യൻ വിശ്വാസം എന്നുള്ളത് ഇപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ഇവർ കാണുന്നില്ല. പക്ഷേ കൊട്ടാരം ഇപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെയാണ്. അവിടുത്തെ മതപരമായ കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ രാജ്ഞിയുടെ കിരീടമാണ്. ഇത് 1771 നിർമ്മിച്ചതാണ് ഈ കിരീടം. ഇത് രാജ്ഞിമാർക്ക് മാത്രമുള്ളൊരു കിരീടമാണ് കേട്ടോ. അപ്പം ഈ കിരീടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡയമണ്ട് രൂപങ്ങളും പിന്നെ ക്രിസ്തീയ അടയാളമായ കുരിശ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാണ് രാജ്ഞിയുടെ കിരീടം എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ കൊത്തുപണികൾ കാര്യങ്ങൾ ഇതെല്ലാം പണ്ടത്തെ തന്നെയാണ് കേട്ടോ. അവർ എല്ലാം തന്നെ പഴയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം തീപിടുത്തത്തിലെല്ലാം നശിച്ചു പോയെങ്കിലും കുറേ കാര്യങ്ങൾ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ സ്വീഡന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാരം ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതി വെച്ച് വായിച്ചതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നത് ശരിക്കും അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തരം എൻ്റെ വായി വന്നത് ഞാൻ വിളിച്ച് പറഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. ഇതൊക്കെ ഞാൻ നോക്കിയതിന് ശേഷം മാത്രമാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുന്നതായിരിക്കും. അപ്പം നമുക്കിനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം അല്ലേ. അടുത്ത ഹിസ്റ്ററി എന്ന് പറയുന്നത്
ഇപ്പം നമ്മൾ കണ്ട 2 കിരീടമല്ലാണ്ട് ഇത് രാജ്ഞിയുടെ ഇരിപ്പിടമാണ് കേട്ടോ. ഇത് രാജ്ഞിയുടെ അന്തഃപുരമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഷയിൽ എന്തുവാണോ പറയുന്നത്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് രാജ്ഞിയുടെ അന്തഃപുരം, രാജ്ഞിയുടെ സിംഹാസനമാണ് ഇപ്പോൾ കണ്ടത്. തൊട്ട് മുമ്പേ കണ്ടത് രാജ്ഞിയുടെ കിരീടമാണ്. ഇനിയിപ്പം നെക്സ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കിരീടമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1575 നിർമ്മിച്ച കിരീടമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ശുദ്ധ സുവർണ ആകൃതിയിലും വജ്രങ്ങളിലും വിലയേറിയ രത്നങ്ങളും പതിപ്പിച്ചിട്ടുള്ള ഒരു കിരീടമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു കിരീടം ഞങ്ങൾ കണ്ടില്ല DS. സത്യമായിട്ടും ഞങ്ങൾക്ക് ആ കിരീടം കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എറിക് 14ാമൻ രാജാവിൻ്റെ കിരീടമായിരുന്നു അത്. പക്ഷെ അത് ശരിക്കും സ്വർണ്ണ കിരീടമാണേ. അത് നമ്മൾ നോക്കി കണ്ടില്ല. നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ്, നമ്മളിതെല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു, എടി നമ്മൾ എല്ലാ കിരീടവും കണ്ടു, പക്ഷെ സ്വർണ്ണ കിരീടം മാത്രം കണ്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതെന്തോ അത് വലിയൊരു മിസ്സായിപ്പോയി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ കിരീടം കാണാൻ പറ്റാത്തതിൽ. അപ്പം നിങ്ങൾക്ക് ഈ കൊട്ടാരം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളല്ലാണ്ട് കുറേ ഇന്ത്യക്കാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവരെയൊക്കെ കൂടി പരിചയപ്പെട്ടി കൊട്ടാരത്തിൽ വെച്ചിട്ട്. അപ്പം ഇതൊക്കെയാണ് DS കൊട്ടാരത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. സ്വീഡനിൽ കൊട്ടാരം മാത്രമല്ല കേട്ടോ ഉള്ളത്. അപ്പം ഇത് നമ്മുടെ ഒരു വീഡിയോ. ഇനി നമ്മൾ വേറെ ഒരു പുരാതനമായ ഒരു സാധനം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഞെട്ടും. അത് വേറൊരു സംഭവം. കാരണം അത് നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ എന്താണേലും ഇടുന്നതായിരിക്കും. സസ്പെൻസ് കളയുന്നില്ല അല്ലേ? എന്താ പറയുക, അതെന്താണേലും ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അത് വെർത്താണ് ആ സംഭവം പോയി കാണാൻ വേണ്ടിയിട്ട്. കാരണം അതൊന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഫിൻലൻഡിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും സ്വീഡനിലൊക്കെ പോയി ഈ സംഭവമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് മാത്രമല്ല കേട്ടോ, ഷിപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസത്തെ ഇതുണ്ട്, പാക്കേജ് ഉണ്ട്. അപ്പം അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിപ്പിൽ പോവുക, നേരെ ഒരു നൈറ്റ് ഫുൾ അവിടെ ഷിപ്പിൽ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്റ്റോക്ക്ഹോമിലെത്തും. അവിടെ നിന്ന് ഫുള്ള് നമ്മൾ കറങ്ങുക, സ്റ്റോക്ക്ഹോം ഓൾഡ് ടൗണ് കാര്യങ്ങളെല്ലാം കറങ്ങുക. അന്ന് വൈകുന്നേരം ഷിപ്പിൽ കയറുക, തിരിച്ച് പിറ്റേ ദിവസം രാവിലെ എത്തുന്ന രീതിക്കുള്ള ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ഒരു ട്രിപ്പും ആകും. അപ്പം ഈ കൊട്ടാരമൊക്കെ സ്റ്റോക്ക്ഹോം ഓൾഡ് ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് കണ്ടുപിടിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തൂടെ ഒക്കെ പോയി. അതുകൊണ്ടാണ് നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഫ്ലൈറ്റിന് പോയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ട്രിപ്പിന് വലിയ എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. അപ്പം ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാനത് എത്രയായി, എങ്ങനെയായി, എക്സ്പെൻസസ് എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊട്ടാരം ഏകദേശം കണ്ടു തീർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വശം എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ആരെങ്കിലും വിരുന്നുകാർ വരുവാണെങ്കിൽ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ള സ്ഥലമാണ് ഈ വശം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഹിസ്റ്ററി പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്കും ഇതിൻ്റെ വലിയ കാര്യമായിട്ട് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാനും കുറേ കാര്യങ്ങളിലൊക്കെ വായിച്ചും അങ്ങനെയൊക്കെയാണ് ഈ ഹിസ്റ്ററിയൊക്കെ തപ്പിയെടുത്തത്. അപ്പം ഈ കൊട്ടാരം എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊട്ടാരം തന്നെയായിരുന്നു DS, പറയാതിരിക്കാൻ പാടില്ല. അത്ര മനോഹരമായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വേണമെങ്കിൽ പറയാം ഏക്കറിൽ ഉണ്ടെന്ന്. കാരണം ഇത് നടന്നാലൊന്നും തീരത്തില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു നമുക്കൊരു ഓട്ടോ പിടിച്ച് അപ്പുറം പോയിട്ട് കണ്ടിട്ട് വന്നാലോ എന്ന് വരെ ഞാൻ ചോദിച്ചു. കാരണം നമ്മൾ അത്ര മടുക്കും, നടക്കാൻ ഒത്തിരി ഉണ്ട്. കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള കൊത്തുപണികൾ. ഇതെല്ലാം സ്വർണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞ് തള്ളുന്നില്ല, എനിക്കറിയില്ല DS, ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വായിച്ച് നോക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനിതൊന്നും വായിച്ച് നോക്കിയില്ല. പക്ഷേ അവിടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡിനൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ DS. നിങ്ങൾക്ക് ഈ കൊട്ടാരമൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ഷമയോടുകൂടി ഇത്രയും വലിയൊരു കൊട്ടാരം ഞങ്ങളുടെ കൂടെ നടന്ന് കണ്ടതിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിലും ഭയങ്കര സർപ്രൈസാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ പറയുന്നില്ല, അത് ഉടനെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അടുത്ത 2 സ്ഥലത്തൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പരേഡ് ചെയ്തിട്ട് അവർ പോകുന്നതെന്ന്. അപ്പോൾ ഇതാണ് ആ സംഭവം. അവരിങ്ങനെ പരേഡ് ചെയ്തിട്ടാണ് അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ആവുന്നത്. ഇപ്പോഴും കൊട്ടാരത്തിൽ പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ആൾക്കാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മോയിക്ക.